ആദ്യകാല ചെറുകഥകളുടെ പൊതു സവിശേഷത ഉത്തമ പുരുഷാഖ്യാനം. വാസനാവികൃതിയുടെ നായകൻ ജന്മനാ കള്ളനായ ഇക്കണ്ടവാര്യക്കുറുപ്പ്. സാമുദായിക പ്രാധാന്യമുള്ള കഥകൾ സാമൂഹിക പ്രതിബദ്ധതയോടെ രചിച്ചത് മുർക്കോത്തുകുമാരൻ. MRKCയുടെ മുഴുവൻ പേര് ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമതിയാണ്. സാമുദായിക നവോത്ഥാനത്തിന് ചെറുകഥയെ മാധ്യമമായി സ്വീകരിച്ച കഥാകൃത്തുക്കൾ PT ഭട്ടതിരിപ്പാട്, MRKC, മുത്തിരിങ്ങോട്ട് ഭവത്രാതൻ നമ്പൂതിരിപ്പാട്, പുളിമാന പരമേശ്വരപിള്ള തുടങ്ങിയവരായിരുന്നു. ഏകാന്തദീപ്തമായ ഒരു ചെറുകഥാ പദ്ധതിയുടെ വിധാതാവാണ് പുളിമാന എന്ന് N. കൃഷ്ണപിള്ള രേഖപ്പെടുത്തുന്നു. ഒരു അന്തർജനത്തിൻ്റെ യുക്തി എന്ന കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് എഴുതിയത്. ഹൃദയം തവിടായി അല്ലെങ്കിൽ ഒരു അന്തർജനത്തിൻ്റെ അപരാധം എന്ന കഥ PC കൃഷ്ണമേനോനാണ് എഴുതിയത്. M. സുകുമാരൻ്റെ കഥകളെ മഹിളാളി മഹാസ്പദങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് M. അച്യുതൻ എന്ന നിരൂപകനാണ്. അഹല്യ എന്ന കഥ ഒടുവിൽ ശങ്കരൻകുട്ടി മേനോനാണ് എഴുതിയത്. മാർത്താണ്ഡവർമ്മയുടെ അനന്തരവൻ വേഷപ്രച്ഛന്നനായി കായംകുളം കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന സംഭവം വിവരിക്കുന്ന വേണാട്ടിളമുറ എന്ന കഥ എഴുതിയത് ആയാംകുടി PR ശങ്കരപിള്ളയാണ്. മാർത്താണ്ഡവർമ്മയുടെ അനന്തരവൻ വേഷപ്രച്ഛന്നനായി കായംകുളം കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം വിവരിക്കുന്ന വേണാട്ടിളമുറ എന്ന കഥയുടെ രചയിതാവ് ആയാംകുടി PR ശങ്കരപിള്ള. മലയാളത്തിലെ ആദ്യത്തെ മതേതര കഥ, അത് വളരെ പ്രസിദ്ധമാണ്. 1849 ആദ്യത്തെ മതേതര കഥ. അത് പ്രസിദ്ധീകരിക്കുന്നത് ജ്ഞാനനിക്ഷേപം മാസികയിലാണ്. മലയാളത്തിലെ ആദ്യത്തെ മതേതര കഥ 1849 ജ്ഞാനനിക്ഷേപം മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നു. ആനയെയും തുന്നിനെയും കുറിച്ചുള്ള കഥയാണ് തുന്നൽക്കാരനെ. മലയാളത്തിലെ ആദ്യത്തെ കഥാസമാഹാരമെന്ന് വിശേഷിപ്പിക്കുന്നത് കഥാപല്ലവങ്ങളാണ്. അത് തയ്യാറാക്കിയത് കോമലെഴുത്ത് KG മാധവനാണ്. പലരുടെയും കഥകളാണ്. കോമലെഴുത്ത് KG മാധവൻ തയ്യാറാക്കിയ കഥാപല്ലവങ്ങളാണ് മലയാളത്തിലെ ആദ്യ കഥാസമാഹാരം. കഥാസരിത് സാഗരം വളരെ പ്രസിദ്ധമായ ഭാരതത്തിലെ രചനയാണ്. ആ കഥാസരിത് സാഗരത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആദ്യമായി കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായരാണ് കഥാസരിത് സാഗരത്തെ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ആദ്യകാല കഥകൾ എന്ന പേരിൽ ഒരു സമാഹാരം പിൽക്കാലത്ത് എഡിറ്റ് ചെയ്തിറക്കിയത് KS രവികുമാറാണ്. അദ്ദേഹം തന്നെ 100 വർഷം 100 കഥ എന്നൊരു സമാഹാരം ഇറക്കിയിട്ടുണ്ട്. പഠനങ്ങളുമുണ്ട്. കഥാസാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി EV കൃഷ്ണപിള്ളയുടെ ഭാര്യ K. മഹേശ്വരി അമ്മ ഒരു മാസിക പുറത്തിറക്കിയത് കഥാസാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക്. കഥാകൗമുദി എന്നാണ് പേര്. 1920 പുറത്തിറങ്ങിയത്. മലയാളത്തിലെ ആദ്യത്തെ പെൺകഥാകാരി എന്ന് വിശേഷിപ്പിക്കാവുന്നത് M. സരസ്വതി ഭായിയാണ്. സുകുമാരിയുടെ ദീനം എന്നൊരു കഥ പ്രസിദ്ധമാണ്. LV രാമസ്വാമി അയ്യരാണ് അത് എഴുതിയിട്ടുള്ളത്. LV രാമസ്വാമി അയ്യരുടെ സുകുമാരിയുടെ ദീനം. കഥാവലി എന്നൊരു സമാഹാരമാണ്. കഥാവലി എന്ന സമാഹാരം തയ്യാറാക്കിയത് E.I. പങ്ങിയച്ചനാണ് കഥാവലി എന്ന സമാഹാരം തയ്യാറാക്കിയത്. മലയാള സാഹിത്യത്തിലെ പരാജയ പ്രസ്ഥാനത്തിൽ അഥവാ റിയലിസ്റ്റ് പ്രസ്ഥാനത്തിൽ പെട്ട ചെറുകഥ എഴുത്തിൻ്റെ സ്ഥാപകനായ ഒരു മഹാകവി. മലയാള സാഹിത്യത്തിലെ പരാജയ പ്രസ്ഥാനത്തിൽപ്പെട്ട ചെറുകഥ എഴുത്തിൻ്റെ സ്ഥാപകനായ മഹാകവി എന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിച്ചത് തകഴിയെയാണ്. തകഴിയുടെ ആദ്യ കഥ സാധുക്കളാണ്. 1930 സാധുക്കൾ പ്രസിദ്ധീകരിക്കുന്നത്. കഥയെഴുത്തിൽ തകഴിയെ സ്വാധീനിച്ച വൈദേശിക എഴുത്തുകാരൻ മോപ്പസാങ്ങാണ്. നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയരായ കഥാകൃത്തുക്കളിൽ ഒരാളാണ് തകഴിയെ കൂടാതെ JM ബഷീർ, പൊൻകുന്നം തുടങ്ങിയവരെല്ലാം ആ ഗണത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ SK പൊറ്റക്കാട്, കാരൂർ, ഉറൂബ്, ഇവരെല്ലാവരും ഈ ഒരു മധ്യകാലഘട്ടവും അതിനെ തുടർന്ന് വരുന്ന നല്ല കഥാകൃത്തുക്കളാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള കേശവദേവ് ഒത്തിരി കഥകൾ എഴുതിയിട്ടുണ്ട്, നോവലിസ്റ്റാണെങ്കിലും. ദീനാമ്മ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒന്നാണ്. ജീവിതചക്രം, ഉഷസ്, പ്രവാഹം, ഭാവി വരൻ, അന്നത്തെ നാടകം എന്നുള്ളത് ചെറുകഥയുടെ പേരാണ്. റെഡ് വോളണ്ടിയർ, കാമുകൻ്റെ കത്ത്,
കാമുകൻ്റെ കത്ത് തുടങ്ങിയവയെല്ലാം കേശവദേവിൻ്റെ ചെറുകഥകളാണ്. കേശവദേവിൻ്റെ നിരോധിക്കപ്പെട്ട കഥ റെഡ് വോളണ്ടിയർ ആയിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ദീനാമ്മ, ജീവിതചക്രം, ഉഷസ്, പ്രവാഹം, ഭാവി വരെ, അന്നത്തെ നാടകം, റെഡ് വോളണ്ടിയർ, കാമുകൻ്റെ. ഇതിനൊക്കെ കോഡുണ്ട്. നമ്മളെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയാനുള്ള സമയമില്ല. മനുഷ്യനും മണ്ണും തമ്മിലും മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധവും ധനകേന്ദ്രിതമായ ആധുനിക ജീവിതത്തിൻ്റെ പുതുമൂല്യങ്ങൾക്കും കർഷക ജീവിതത്തിലെ സനാതന മൂല്യങ്ങൾക്കും തമ്മിലുള്ള വൈരുദ്ധ്യവും മനോഹരമായി നിഴലിക്കുന്ന ഉത്കൃഷ്ട കഥ എന്ന് NV കൃഷ്ണവാര്യർ വിശേഷിപ്പിക്കുന്നത് ആരുടെ കഥകളാണ്? അതൊരു സവിശേഷമായൊരു ചോദ്യമാണ്. മനുഷ്യനും മൃഗവും തമ്മിലുമുള്ള ബന്ധം ധനകേന്ദ്രിതമായ ആധുനിക ജീവിതത്തിലെ പുതുമൂല്യങ്ങൾക്കും കർഷക ജീവിതത്തിലെ സനാതന മൂല്യങ്ങൾക്കും തമ്മിലുള്ള വൈരുദ്ധ്യവും മനോഹരമായി നേടിക്കുന്ന ഉത്കൃഷ്ട കഥ എന്ന് NV കൃഷ്ണവാര്യർ വിശേഷിപ്പിച്ചത് ആരുടെ കഥകളെക്കുറിച്ചാണ്? പൊൻകുന്നം വർക്കിയുടെ കഥകളെക്കുറിച്ചാണ്. പൊൻകുന്നം വർക്കിയുടെ പ്രധാന കഥകൾ ശ്രദ്ധേയമാണ്. ശബ്ദിക്കുന്ന കലപ, കൂടാതെ നിവേദനം, ആരാമം, ദാഹം, പൂപ്പാലിക, വിട്ടുപോയ കാര്യം, മോഡൽ വളരെ പ്രസിദ്ധമാണ്. വിട്ടുപോയ കാര്യം, ഇതെല്ലാം പൊൻകുന്നം വർക്കിയുടെ കഥകളാണ്. സർ CP യുടെ നയങ്ങളെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കഥയാണ് മോഡൽ. മതപൗരോഹിത്യ വർഗം വരുത്തിവെച്ച സാമൂഹിക ജീർണതകളെ തുറന്നു കാട്ടുന്ന കഥാകാരനാണ് പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കി ജയിലിലടയ്ക്കപ്പെട്ടു. അത് ഏത് കഥ എഴുതിയതുകൊണ്ടാണ്? മോഡൽ എന്ന കഥയുടെ രചനാകാരനമാണ്. ചെറുകഥ എഴുതി വലിയ കഥാകാരനായി എന്ന് MD പറഞ്ഞത് ഏത് കഥാകാരനെ പറ്റിയാണ്? ചെറുകഥകൾ എഴുതി വലിയ കഥാകാരനായി എന്ന് പറഞ്ഞത് MD ബഷീറിനെ കുറിച്ച് പറഞ്ഞതാണ്. ബഷീർ നോവൽ പോലും ലഘുവായിട്ടാണ് എഴുതുന്നത്. ബഷീറിൻ്റെ പ്രധാന കഥകളിൽ പാവപ്പെട്ടവരുടെ വേശ്യ, ഓർമ്മക്കുറിപ്പ്, വിശപ്പ് എന്നുള്ള ചെറുകഥ വളരെ പ്രസിദ്ധമാണ്. വിഡ്ഢികളുടെ സ്വർഗം, അത് നമ്മുടെ ബഷീറിൻ്റെ കഥയാണ്. വിശ്വവിഖ്യാതമായ മൂക്ക്, ടൈഗർ, അനർഘ നിമിഷം, ചിരിക്കുന്ന മരപ്പാവ, ഭൂമിയുടെ അവകാശികൾ, ചിരിക്കുന്ന മരപ്പാവ, മോതിരം തുടങ്ങിയ അനേകം രചനകൾ ബഷീറിൻ്റേതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സമാഹാരത്തിൻ്റെ പേരാണ്. ബഷീറിൻ്റെ സാഹിത്യ ജീവിതത്തെ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയുണ്ട്, യാ ഇലാഹി എന്നൊരു കൃതിയിൽ സാഹിത്യ ജീവിതത്തെ ഉൾക്കൊള്ളുന്നു. ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയാക്കപ്പെട്ട ഒരു ബഷീറിൻ്റെ കഥയുണ്ട്. ഏതാണ്? നീലവെളിച്ചം. സാമൂഹ്യ വിമർശനം ഐറണിയിലൂടെ അവതരിപ്പിച്ച കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സാമൂഹ്യ വിമർശനം ഐറണിയിലൂടെ അവതരിപ്പിച്ച കഥാകാരൻ. ബഷീറിൻ്റെ ആദ്യ കഥ തങ്കം എന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത്. ആദ്യ കഥയുടെ പേര് തങ്കം. മലയാളത്തിലെ തുടർക്കഥയുടെ അവതാരകൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിക്കുന്നു. മലയാളത്തിലെ തുടർക്കഥകളുടെ അവതാരകൻ എന്ന് ബഷീറിനെ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്. PC കുട്ടിക്കൃഷ്ണൻ്റെ ഉറൂബിൻ്റെ പ്രധാന കഥകൾ രാച്ചിയമ്മ പ്രസിദ്ധമാണ്. നീർച്ചാലുകൾ, തേൻമുള്ളുകൾ, നവോന്മേഷം, തുറന്നിട്ട ജാലകം, കൂമ്പെടുക്കുന്ന മണ്ണ്, കതിർക്കറ്റ, മൗലവിയും ചങ്ങാതിമാരും, വെളുത്ത കുട്ടി, കതിർക്കറ്റ, മൗലവിയും ചങ്ങാതിമാരും, കൂമ്പെടുക്കുന്ന മണ്ണ്, നവോന്മേഷം, തുറന്നിട്ട ജാലകം, തേൻമുള്ളുകൾ, നീർച്ചാലുകൾ തുടങ്ങിയവയാണ് നമ്മുടെ ഉറൂബിൻ്റെ ചെറുകഥകളിൽ പ്രധാനപ്പെട്ടത്. തിരുമുൽക്കാഴ്ച ഏത് സാഹിത്യ പ്രയോഗമാണ്? ഗദ്യകാവ്യ സമാഹാരമാണ് തിരുമുൽക്കാഴ്ച. എഴുതിയതാരെന്നറിയൂ? പൊൻകുന്നം വർക്കിയ. ഗദ്യകാവ്യ സമാഹാരമായ തിരുമുൽക്കാഴ്ച എഴുതിയത് പൊൻകുന്നം വർക്കി. വാദ്യാർ കഥകളിലൂടെ പ്രസിദ്ധനായ ചെറുകഥാകൃത്ത് നിങ്ങൾക്കറിയാം, കാരൂർ നീലകണ്ഠപിള്ളയാണ്. ആദ്യ കാലഘട്ടത്തിൽ അക്ബർ ഘട്ടത്തിൽ. മനുഷ്യനിർമ്മിതമായ നിയമങ്ങളെക്കാൾ മനുഷ്യനെന്ന യാഥാർത്ഥ്യത്തിന് വില കൽപ്പിക്കുന്ന ഒരു ഹ്യൂമനിസ്റ്റാണ് കാരൂർ എന്ന് വിലയിരുത്തിയത് M. അച്യുതനാണ്. മനുഷ്യനിർമ്മിതമായ നിയമങ്ങളെക്കാൾ മനുഷ്യനെന്ന യാഥാർത്ഥ്യത്തിന് വില കൽപ്പിക്കുന്ന ഒരു ഹ്യൂമനിസ്റ്റാണ് കാരൂർ എന്ന് വിലയിരുത്തിയത് M. അച്യുതൻ. പരാജയ പ്രസ്ഥാനക്കാരനായ കാരൂരിൻ്റെ കഥകളിലെ വിഷാദം ആസന്നമായ സാമുദായിക വിപ്ലവത്തിൻ്റെ മുന്നോടിയാണ് എന്ന് പറഞ്ഞത് കേസരിയെ ബാലകൃഷ്ണപിള്ളയാണ്. പരാജയ പ്രസ്ഥാനക്കാരനായ കാരൂരിൻ്റെ കഥകളിലെ വിഷാദം ആസന്നമായ സാമുദായിക വിപ്ലവത്തിൻ്റെ മുന്നോടിയാണ് എന്ന് കേസരിയെ ബാലകൃഷ്ണപിള്ള എഴുതുന്നു. കാരൂരിൻ്റെ
പ്രധാന കഥകൾ മരപ്പാവകൾ, മേൽവിലാസം എന്ന് മാത്രമേ ഉള്ളൂ, അമ്പലപ്പറമ്പിൽ കാരൂരിൻ്റെയും, പൂവമ്പഴം യഥാർത്ഥത്തിൽ നമ്മുടെ ബഷീറും ഒരു പൂവമ്പഴം എഴുതിയിട്ടുണ്ട്, കാരൂരും എഴുതിയിട്ടുണ്ട്, പിൽക്കാലത്ത് മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. ഇരുട്ടിൽ എന്നുള്ളതും കാരൂരിൻ്റെ കഥയാണ്. ആസ്ട്രോളജർ, ഗൃഹനായിക, ഒരു പിടി മണ്ണ്, മീൻകാരി കാരൂരിൻ്റെ കഥയാണ്. ഉതുപ്പാൻ്റെ കിണർ, മീൻകാരി, ഒരു പിടി മണ്ണ്, ഗൃഹനായിക, ആസ്ട്രോളജർ, ഇരുട്ടിൽ, അമ്പലപ്പറമ്പിൽ, പൂവമ്പഴം, മേൽവിലാസം, മരപ്പാവകൾ. ഇതിനെല്ലാം കോഡുണ്ട്. അത് വെച്ചുള്ള ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ സമയക്കുറവ് കാരണം പറയുന്നില്ല. ഓക്കെ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കാരൂരിൻ്റെ കഥയാണ് മോതിരം എന്ന കഥ. 1969 അത് കിട്ടിയത്. 1947 തന്നെ മലയാളത്തിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച നീണ്ട കഥയാണ് ശബ്ദങ്ങൾ എന്ന് പറഞ്ഞതാരാണ്? ശബ്ദങ്ങൾ എഴുതിയത് നമ്മുടെ ബഷീറാണ്. 1947 തന്നെ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച നീണ്ട കഥയാണ് ശബ്ദങ്ങൾ എന്ന് പറഞ്ഞത്. നോവലിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ സച്ചിദാനന്ദൻ്റെ വിലയിരുത്തലാണ്. കാരൂരിൻ്റെ പ്രസിദ്ധമായ അധ്യാപക കഥ പൊതിച്ചോറ് ആണ്. കാരൂരിൻ്റെ ആദ്യത്തെ കഥ ഭൃത്യവാത്സല്യമാണ്. കാരൂർ കഥകളെ മന്ദസ്മിത പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് CJ തോമസാണ് കാരൂർ കഥകളെ മന്ദസ്മിത പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത്. കാരൂരിൻ്റെ കൂലി എന്ന കഥയുടെ ആദ്യ പേര് ഭൃത്യവാത്സല്യം എന്നായിരുന്നു. കാരൂരിൻ്റെ ആദ്യ കഥ ഭൃത്യവാത്സല്യം, കൂലി എന്ന പേര് അതിന് കൊടുത്തു. കാനീഷുകുമാരി കണക്കെടുപ്പിനെ ആധാരമാക്കി കാരൂർ എഴുതിയ കഥയാണ് മരപ്പാവകൾ. കാനീഷുകുമാരി കണക്കെടുപ്പിനെ ആധാരമാക്കി കാരൂർ എഴുതിയ കഥയാണ് മരപ്പാവകൾ വീണ്ടും വായിക്കുമ്പോൾ എന്നൊരു ലേഖനം വന്നിട്ടുണ്ട് പിൽക്കാലത്ത്. അത് V. രാജകൃഷ്ണനാണ് എഴുതിയത്. V. രാജകൃഷ്ണൻ്റെ മരപ്പാവകൾ വീണ്ടും വായിക്കുമ്പോൾ എന്ന ലേഖനം നിരൂപണമാണ്. പൂവമ്പഴം എന്ന പേരിൽ മലയാളത്തിൽ ചെറുകഥകൾ എഴുതിയത് ബഷീർ, കാരൂർ, മാധവിക്കുട്ടി എന്നിവർ. മോതിരം എന്ന പേരിൽ കഥ എഴുതിയ 2 പേര് കാരൂര്, ലളിതാംബികാന്തർജനം. കാരൂരിൻ്റെ ലളിതാംബികാന്തർജനമാണ്. യാത്രയിലൂടെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരൻ SK പൊറ്റക്കാടും ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. രാജമല്ലി, നിശാഗന്ധി, ഒട്ടകം, പ്രതിമ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സമാഹാരമുണ്ട് SKയുടെ ഇന്ദ്രനീലം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കഥകളാണ്. നദീതീരത്തിൽ എന്നുള്ളൊരു സമാഹാരമുണ്ട്. വനകൗമുദി, പുള്ളിമാൻ, കനകാംബരം, ഇതെല്ലാം SK പൊറ്റക്കാട്. ഒരു യാത്ര ചെയ്യുന്ന സഞ്ചാരിക്ക് ചെറുകഥകൾ എഴുതാനും സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. രാജമല്ലി, നിശാഗന്ധി, ഒട്ടകം, പ്രതിമ, നദീതീരത്തിൽ, വനകൗമുദി, പുള്ളിമാൻ, കനകാംബരം, ഇന്ദ്രനീലം, ചന്ദ്രകാന്തം എന്നൊരു ചെറുകഥ ഉണ്ട്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ച ആദ്യ എഴുത്തുകാരിയായ ചെറുകഥാകൃത്ത് ലളിതാംബികാന്തർജനം തന്നെയാണ്. ലളിതാംബികാന്തർജനത്തിൻ്റെ പ്രധാന കൃതികൾ മാണിക്യനല്ല. അതുകൂടാതെ കിളിവാതിലിലൂടെ, തകർന്ന തലമുറ, കാലത്തിൻ്റെ ഏടുകൾ, മനുഷ്യപുത്രി വളരെ പ്രസിദ്ധമാണ്. കണ്ണീരിൻ്റെ പുഞ്ചിരി, മൂടുപടത്തിൽ പ്രസിദ്ധമാണ്. മൂടുപടത്തിൽ, അമ്മ, യാത്രാവസാനം. അപ്പോൾ അമ്മ എന്ന ചെറുകഥ, യാത്രാവസാനം, കിളിവാതിലിലൂടെ, തകർന്ന തലമുറ, കാലത്തിൻ്റെ ഏടുകൾ, മനുഷ്യപുത്രി തുടങ്ങിയവയെല്ലാം അവരുടെ കഥകളാണ്. അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ ബീജം ദർശിക്കാവുന്ന ഒരു കഥ അവരെഴുതിയിട്ടുണ്ട്. അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ ബീജം ദർശിക്കാവുന്ന ഒരു ചെറുകഥ അവരെഴുതിയിട്ടുണ്ട്. പ്രസാദം എന്നാണ് അതിൻ്റെ പേര്, ആ ചെറുകഥയുടെ പേര്. വള്ളത്തോളിൻ്റെ നിത്യകന്യക എന്ന കവിതയെ ആധാരമാക്കി ലളിതാംബികാന്തർജനം ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഏതാണ്? മാണിക്യൻ എന്ന കഥ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഒരു ഘട്ടം എത്തിയപ്പോൾ അത് ദുരിതമായി മാറി. ദുരിതം അനുഭവിക്കേണ്ടി വന്ന ജനവിഭാഗത്തിൽ. അങ്ങനെ ദുരിതം കയറേണ്ടി വന്ന ഒരു വിഭാഗത്തിൻ്റെ കഥ പറയുന്ന ലളിതാംബികാന്തർജനത്തിൻ്റെ കഥകളുണ്ട്. അതിൽ ചിലതാണ് അച്ഛൻ്റെ മകൻ, കൊടുങ്കാറ്റിൽ നിന്ന്, ഒളിവിൽ നിന്ന് ഒളിവിലേക്ക്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നവരുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ കഥകളാണ് ലളിതാംബികാന്തർജനം എഴുതിയ കഥകൾ. അച്ഛൻ്റെ മകൻ, കൊടുങ്കാറ്റിൽ നിന്ന്, ഒളിവിൽ നിന്ന് ഒളിവിലേക്ക് തുടങ്ങിയ. കാരൂര് എഴുതിയിട്ടുള്ള
വാദ്യാർ കഥകളിൽ പൊതിച്ചോറ് കൂടാതെ മറ്റ് ചില കഥകൾ കൂടെ വരുന്നുണ്ട്. ഊണിൻ്റെ കണക്കിൽ, പിന്നെ പെൻഷൻ, പിന്നെ കാൽചക്രം, കുടുംബ ബജറ്റ്, അതെല്ലാം വാദ്യാർ കഥകളിൽ പെടുന്നതാണ്. ഉത്തരക്കടലാസ്, താഴെ കൊടുക്കുന്നവയിൽ താഴെ കൊടുക്കുന്നവയിൽ വാദ്യാർ കഥകളിൽ പെടാത്തതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടതേത് എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ കായൂരിൻ്റെ വാദ്യാർ കഥ, കുടുംബ ബജറ്റ്, ഉത്തരക്കടലാസ്, അത്ഭുത മനുഷ്യൻ, അത് കായൂരിൻ്റെ വാദ്യാർ കഥകളിൽപ്പെട്ടതാണ്. സാർ വന്ദനം എന്നുള്ളത് വാദ്യാർ കഥ. സാർ വന്ദനം, അത്ഭുത മനുഷ്യൻ, ഉത്തരക്കടലാസ്, കുടുംബ ബജറ്റ്, ഊണിൻ്റെ കണക്ക്, പെൻഷൻ, കാൽചക്രം, ഇതെല്ലാം പൊതിച്ചോറിനൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട കാനൂരിൻ്റെ വാദ്യാർ കഥകളാണ്, അധ്യാപക കഥകൾ. ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് കവിതയാണ്. പറയാനുള്ളത് മുഴുവൻ അതിൽ ഒതുങ്ങിയില്ലെങ്കിൽ സ്വാഭാവികമായി മറ്റു മാർഗങ്ങൾ വന്നു ചേരും. ഞാൻ ഒരു കഥാകൃത്രിയായത് അങ്ങനെയാണ് എന്നാണ് ലളിതാംബിക നിർജ്ജനം പറഞ്ഞിട്ടുള്ളത്. ശാസ്ത്ര വിഷയങ്ങൾ ആധാരമാക്കി ആദ്യമായി കഥകൾ എഴുതിയ മലയാള കഥാകാരൻ നാഗവള്ളി RS കുറുപ്പാണ്. ശാസ്ത്ര വിഷയങ്ങൾ ആധാരമാക്കി ആദ്യമായി കഥ എഴുതിയ മലയാളി കഥാകാരൻ നാഗവള്ളി RS കുറുപ്പ്. വെട്ടൂർ രാമൻ നായർ മറ്റൊരു ചെറുകഥാകൃത്താണ്. താഴ്വരകൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥയാണ്. അന്തരംഗം, അലിഞ്ഞു തീർന്ന ആത്മാവ്, ഭൂദാനം, പുഴ, ബന്ധുഗൃഹത്തിൽ തുടങ്ങിയവ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വെട്ടൂർ രാമൻ നായരുടെ കൃതിയാണ് പുഴ. 1978 1978 ഞാൻ ജനിച്ച 2 വർഷമായ സമയത്താണ്. അപ്പോഴാണ് വെട്ടൂർ രാമൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുഴ എന്ന സമാഹാരത്തിന് ലഭിക്കുന്നത്. തിരുവിതാംകൂറിലെ നായർ സമുദായത്തിൻ്റെ തകർച്ചയെ ചിത്രീകരിക്കുന്ന കഥകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന കഥകൾ എഴുതിയത് വെട്ടൂർ രാമൻ നായരായിരുന്നു. വെട്ടൂർ രാമൻ നായരുടെ ആദ്യ കഥ ദാനത്തെങ്ങ് ആണ് പറയപ്പെടുന്നത്. ഡോക്ടറുടെ കത്തിയല്ല, മുഴുത്ത വെട്ടുകത്തി തന്നെയാണ് പൊൻകുന്നം വർക്കി ഉപയോഗിക്കുന്നത് എന്ന് പൊൻകുന്നം വർക്കിയുടെ കഥകളെക്കുറിച്ച് നിരീക്ഷിച്ചത് S. ഗുപ്തൻ നായരാണ്. ഇടത്തരക്കാരുടെ കഥ പറഞ്ഞ കഥാകാരനായ വെട്ടൂർ രാമൻ നായരിൽ നിന്നും പൊൻകുന്നം വർക്കി വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിൻ്റെ സമുദായത്തെ നവീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിനാണ്. സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ പേരിൽ പരിഷ്കാരികളായ നാഗരിക വനിതകളുടെ പൊങ്ങച്ചങ്ങൾ കഥയ്ക്ക് വിഷയമാക്കിയത് E.M. കോവൂരായിരുന്നു. സൊസൈറ്റി മൂവ്മെൻറ്റിൻ്റെ പേരിൽ പരിഷ്കാരികളായ നാഗരിക വനിതകളുടെ പൊങ്ങച്ചങ്ങളെ കഥയ്ക്ക് വിഷയമാക്കിയത് E.M. കോവൂരാണ്. ഹണിപുരാണം കോവൂർ കഥകളുടെ വെന്നിക്കൊടിയാണ് എന്ന് പറഞ്ഞത് എരുമേലി പരമേശ്വരപിള്ളയാണ്. ഹണിപുരാണം അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഒന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ കഥകളിലെ വെന്നിക്കൊടിയാണ് എന്നാണ് എരുമേലി പരമേശ്വരപിള്ള പറയുന്നത്. കോവൂരിൻ്റെ കാര്യം പറഞ്ഞല്ലോ നേരത്തെ. അദ്ദേഹത്തിൻ്റെ പ്രധാന കഥകൾ E.M. കോവൂരിൻ്റെ കഥകൾ. കാൽച്ചിലമ്പ്, പഴയ കുടത്തിൽ പുതിയ വീഞ്ഞ്, അയ്യർ ആൻഡ് അയ്യർ, അശോകത്തണലിൽ പശുക്കുട്ടി, സർക്കിട്ട് സാറാമ്മ, ഇതെല്ലാം കോവൂരിൻ്റെ പ്രധാന കഥകളാണ്. ഇതിനും കോടുണ്ട്, നമ്മളിപ്പോൾ പറയുന്നില്ല. കാൽച്ചിലമ്പ്, പഴയ കുടത്തിൽ പുതിയ വീഞ്ഞ്, അയ്യർ ആൻഡ് അയ്യർ, അശോകത്തണലിൽ പശുക്കുട്ടി, സർക്കിട്ട് സാറാമ്മ. 1967 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ കോവൂരിൻ്റെ ഒരു കഥയുണ്ട്. അച്ചിങ്ങയും കൊച്ചുരാമനും എന്നാണ് എൻ്റെ പേര്. അച്ചിങ്ങയും കൊച്ചുരാമനും എന്ന ചെറുകഥയ്ക്ക് 1967 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കോവൂരിന് ലഭിച്ചിട്ടുണ്ട്. E.M. കോവൂരിനെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ, E.M. കോവൂരിനെ സ്വാധീനിച്ചത് E.V. കൃഷ്ണപിള്ളയാണ് നമ്മുടെ സാഹിത്യകാരനായ. എതിർപ്പിൻ്റെ കഥാകാരൻ എന്ന് പ്രസിദ്ധനായി തീർന്നത് കേശവദേവായിരുന്നു. ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ എന്നിവരുടെ ഉദ്ബോധനങ്ങൾ തൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചതായി പ്രതിഫലിപ്പിക്കുന്ന ചെറുകഥാകൃത്ത് മൂർക്കോത്ത് കുമാരനാണ്. പയ്യൻ കഥകളുടെ സൃഷ്ടാവെന്നറിയപ്പെടുന്നത് VKN ആണ്. പയ്യൻ, ചാത്തൻസ്, ഹാജിയാർ, കാലഘട്ടത്തിലെ പയ്യൻ, മാനാഞ്ചിറ ടെസ്റ്റ്, സർ ചാത്തു ലീക്കോക്ക്, വിവാഹപ്പിറ്റേന്ന്, യൂറോപ്യൻ ഹോട്ടൽ, വരനെ ആവശ്യമുണ്ട് തുടങ്ങിയവയൊക്കെ VKNൻ്റെ രചനകളിൽ ചിലതാണ്. VKN എന്ന് പറഞ്ഞാൽ വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി. VKN കഥകളുടെ പ്രത്യേകത ആക്ഷേപഹാസ്യം ആണ്. പോഞ്ഞിക്കര റാഫി മറ്റൊരു ചെറുകഥാകൃത്താണ്. പോഞ്ഞിക്കര റാഫിയുടെ തുറന്ന വാതിൽ എന്ന ചെറുകഥാ സമാഹാരം, ഭാവി എന്ന കഥ,
സൈക്കിൾ അദ്ദേഹത്തിൻ്റെ ചെറിയാണ്. കൊച്ചു റോസി, ഫൂട്ട് റൂൾ, തുറന്ന വാതിൽ, ഭാവി, സൈക്കിൾ, കൊച്ചു റോസി തുടങ്ങിയവ പോഞ്ഞിക്കർ റാഫിയുടെ കഥകളാണ്. പോഞ്ഞിക്കർ റാഫിയുടെ ആദ്യ കഥ ആൻ്റണിയുടെ വാഗ്ദാനമാണ്. പോഞ്ഞിക്കർ റാഫി എഴുതിയ ആദ്യ ചെറുകഥ എന്ന് പറയുന്നത് ആൻ്റണിയുടെ വാഗ്ദാനം. ആത്മകഥാപരമായ കഥയാണ് ഫ്രൂട്ട് റൂൾ പോഞ്ഞിക്കർ റാഫിയുടെ. ശക്തമായ സ്ത്രീപക്ഷ കഥകളുമായി വന്നത് കെ സരസ്വതി അമ്മയാണ്. സരസ്വതി അമ്മയുടെ പെൺബുദ്ധി, എല്ലാം തികഞ്ഞ ഭാര്യ, കീഴ്ജീവനക്കാരി, വിവാഹ സമ്മാനം, കനത്ത മതിൽ, പൊന്നുംകുടം, ചുവന്ന പൂക്കൾ, ഇടിവെട്ട് തൈലം, ചോലമരങ്ങൾ തുടങ്ങിയവയെല്ലാം കെ സരസ്വതി അമ്മയുടെ കൃതികളാണ്. മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കഥ എന്ന് പറയാവുന്നത് സരസ്വതി ഭായി രചിച്ച തലച്ചോറില്ലാത്ത സ്ത്രീകളാണ്. ഫലിതകഥകൾ, സംഭവകഥകൾ, ചരിത്രകഥകൾ എന്നിവ എഴുതിയ ആദ്യകാല കഥാകാരൻ ആരാണ്? ഫലിതകഥകൾ, സംഭവകഥകൾ, ചരിത്രകഥകൾ എന്നിവ എഴുതിയ ആദ്യകാല കഥാകൃത്ത് NP ചെല്ലപ്പൻ നായരാണ്. മുരളീഗാനം, തണ്ണീർപ്പന്തൽ, സിഗരറ്റ് കുറ്റികൾ, കാക്കകളും കാക്കത്തമ്പുരാട്ടികളും എന്നിവ NP ചെല്ലപ്പൻ നായരുടെ കഥകളിൽ ചിലതാണ്. ഏതിലേ പോയാലും കറുകതിത്തൈ എന്നവസാനിക്കുന്ന കഥകളുടെ സൃഷ്ടാവ്. ഏതിലേ പോയാലും കറുകതിത്തൈ എന്ന് അവസാനിക്കുന്ന കഥകളുടെ സൃഷ്ടാവ് എന്ന് പുത്തൻ നായർ വിശേഷിപ്പിച്ചത് ആരെക്കുറിച്ചാണ്? EM കോവൂരിനെ കുറിച്ചാണ്. ഓക്കെ. പട്ടാള ജീവിതം കഥയായി ആവിഷ്കരിച്ച മലയാളത്തിലെ പ്രധാനപ്പെട്ട 3 എഴുത്തുകാരുണ്ട്. കോവിലൻ, പാറപ്പുറത്ത് നന്ദനാർ എന്നിവരാണ്. ബ്രിഗേഡിയർ കഥകൾ എഴുതിയത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. മലയാറ്റൂരിൻ്റെ കഥകൾ വേരുകൾക്ക് ഒരു അനുബന്ധം, സൂചിമുഖി മലയാറ്റൂരിൻ്റെ കഥയാണ്. അവകാശി, പാമ്പ് എന്ന ചിലവാസമാകാരമുണ്ട്. ആദ്യത്തെ കേസ്, സൂചിമുഖി, അവകാശി, പാമ്പുകൾക്ക് ഒരനുബന്ധം, ഇതെല്ലാം മലയാറ്റൂരിൻ്റെ ചെറുകഥകളാണ്. N മോഹനൻ, ഇന്നലത്തെ മഴ എഴുതിയ N മോഹനൻ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ദുഃഖത്തിൻ്റെ രാത്രി, നിന്റെ കഥ എൻ്റെയും, ശേഷപത്രം, പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ, വിഷതരാജ്യത്തിലെ രാജാവ്, ഒന്നും പറയാതെ, ഇവയെല്ലാം N മോഹനൻ്റെ കഥകളാണ്. ചിന്തകനും നിരൂപകനുമായ ഒരു ചെറുകഥാകൃത്തുണ്ട് നമുക്ക്, എം ഗോവിന്ദൻ്റെതാണ് റാണിയുടെ പട്ടി. ബഷീറിൻ്റെ പുന്നാര മൂഷികൻ എം ഗോവിന്ദൻ്റെ കഥയാണ്. മണി ഓർഡർ, തെരുവ് വീതിയിലെ കർമ്മയോഗി, അതും നമ്മുടെ എം ഗോവിന്ദൻ്റെ കഥയാണ്. തെരുവ് വീതിയിലെ കർമ്മയോഗി, കുട്ടിയും ഭൂപടവും കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കെതിരെ പരിഹാസ രൂപത്തിൽ എം ഗോവിന്ദൻ എഴുതിയ കഥകളാണ് റാണിയുടെ പട്ടി, ശ്യാമു അമ്മാവൻ, റാണിയുടെ പട്ടി തുടങ്ങിയവ കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കെതിരെ ഉള്ള എം ഗോവിന്ദൻ്റെ പ്രതികരണങ്ങളാണ്. പുലയ സമുദായത്തിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ആദ്യകാലത്ത് കഥകൾ എഴുതിയത് TKC വടുതലയാണ്. TKC വടുതലയുടെ പൊട്ടിയ വിളക്ക്, പുതിയ അടവ്, ചങ്ക്രാന്തി അട, TKC വടുതലയുടെയാണ് ചങ്ക്രാന്തി അട, അവൻ്റെ പ്രതികാരം, 2 തലമുറ, ഇതെല്ലാം TKC വടുതലയുടെ രചനകളാണ്. കോവിലൻ്റെ പ്രധാന കഥകളിൽ ചിലത് ഒരു കഷ്ണം അസ്ഥി, ഒരു പലം മനയോല, ശകുനം, പിത്തം, അച്ഛൻ്റെ കുട്ടി തുടങ്ങിയവയാണ് കോവിലൻ്റെ. പട്ടിയെ കഥാപാത്രമാക്കി എഴുതിയതാണ് ശകുനം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാണ് ഈ ശകുനം എന്ന കഥ 1977. പാറപ്പുറം എഴുതിയ പ്രധാന കഥകൾ നാലാൾ 4 വഴി, പാറപ്പുറത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ചെറുകഥയാണ് നാലാൾ 4 വഴി. ദിനാന്ത്യക്കുറിപ്പുകൾ, ഈ നാലാൾ 4 വഴിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, 1966. അപ്പോൾ നാലാൾ 4 വഴി കൂടാതെ ദിനാന്ത്യക്കുറിപ്പുകൾ, പ്രകാശധാര, അളിയൻ എന്നുള്ളത് പാറപ്പുറത്തിൻ്റെ ചെറുകഥയാണ്. ജീവിതത്തിൻ്റെ ആൽബത്തിൽ നിന്നുള്ളതും പാറപ്പുറത്തിൻ്റെതാണ്. നന്ദനാരുടെ പ്രധാന കഥകൾ ഒരു വർഷകാല രാത്രി, ആകാശം തെളിഞ്ഞു, നെല്ലും പതിരും, മിസ്റ്റർ കുൽക്കർണി, കൊന്നപ്പൂക്കൾ തുടങ്ങിയവയാണ് പ്രധാന കഥകളെ പറയുന്നത്. കൊന്നപ്പൂക്കൾ, ഒരു വർഷകാല രാത്രി, ആകാശം തെളിഞ്ഞു, നെല്ലും പതിരും, മിസ്റ്റർ കുൽക്കർണി തുടങ്ങിയവ നന്ദനാരുടെ കൃതികളാണ്. ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന കുട്ടികൾക്ക് നോവൽ എഴുതിയ നന്ദനാർ. നേവിക്കാരുടെ കഥകൾ എഴുതിയ
കഥാകൃത്ത് വിനയനാണ്. വിനയൻ കടലും കത്തിയും, ചലനങ്ങൾ, തീയും തിരയും ഒക്കെ എഴുതിയിരുന്നു. യഥാർത്ഥത്തിൽ മലയാളത്തിൽ ചെറുകഥകളെ പ്രോത്സാഹിപ്പിച്ച ചില മാസികകളുണ്ട്. ഓർക്കണം: വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, രസികരഞ്ജിനി, ആത്മപോഷിണി. ഇവയിലൂടെയൊക്കെയാണ് മലയാളത്തിലെ ആദ്യകാല മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള മധ്യകാലഘട്ടത്തിന് ശേഷം വരെയുള്ള കഥകൾ വെളിച്ചം കണ്ടത്, മലയാളികൾ ആസ്വദിച്ചതെന്ന് ഓർക്കുക. എ. നാരായണ പൊതുവാൾ, എൻ. പൊതുവാൾ, എം. രത്നം BA എന്നീ പേരുകളിൽ കഥ എഴുതിയ ആദ്യകാല കഥാകൃത്താണ് അമ്പാടി നാരായണ പൊതുവാൾ. KP കേശവമേനോൻ ഒരു കഥാസമാഹാരം എഴുതിയിട്ടുണ്ട്. അസ്തമയം എന്നാണ് അതിൻ്റെ പേര്. KP കേശവമേനോൻ്റെ കഥാസമാഹാരം. KN എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. മഹിളാരാമം, കഥാഭൂഷണം, കഥാമഞ്ജുഷ, കഥാസാരം, ഇതെല്ലാം KN എഴുത്തച്ഛൻ്റെ കഥാസമാഹാരം. ഇവരൊക്കെ കഥകൾ എഴുതിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹിളാരാമം, കഥാഭൂഷണം, കഥാമഞ്ജുഷ, കഥാസാരം. നമ്മുടെ ചെറുകഥാ സാഹിത്യത്തിലെ ഏകാന്ത വിസ്മയമാണ് K. സരസ്വതി അമ്മ എന്ന് വിശേഷിപ്പിച്ചത് GN പണിക്കരാണ്. ചേറപ്പായി കഥകൾ എഴുതിയത് ഐപ്പ് പാറമേലാണ് ചേറപ്പായി കഥകളുടെ. പഞ്ചുമേനോൻ്റെയും കുഞ്ചിയമ്മയെയും നായകന്മാരാക്കി കഥകൾ എഴുതിയത് PK രാജരാജവർമ്മയാണ്. JM എന്ന പേരിൽ കഥകൾ എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ സമ്മാനം എന്ന ചെറുകഥ പ്രസിദ്ധമാണ്. ഇല്ലാ പോലീസ്, കടാക്ഷം, ഇതെല്ലാം മുൻ മന്ത്രി കൂടിയായ ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയും നിരൂപകനുമായ ജോസഫ് മുണ്ടശ്ശേരി എഴുതിയതാണ്. അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്. സമ്മാനം, ഇല്ലാ പോലീസ്, കടാക്ഷം എന്നിവ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിൽ ചിലതാണ്. പാടുന്ന പിശാച് എന്ന പേരൊരു ചെറുകഥ ഒരു നിരൂപകൻ എഴുതിയിട്ടുണ്ട്. തായാട്ട് ശങ്കരൻ്റേതാണ് പാടുന്ന പിശാച് എന്ന ചെറുകഥ. ഗാന്ധിജിയെ കേന്ദ്രമാക്കി ലളിതാംബിക നൃത്തൻ എഴുതിയ കഥ അഭിനവ പാർത്ഥസാരഥിയാണ്. അക്കിത്തം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അമ്മ്യാരും പട്ടരും അക്കിത്തത്തിൻ്റെ ചെറുകഥയാണ്. കാക്കപ്പുള്ളികൾ, അവതാളങ്ങൾ, അമ്മ്യാരും പട്ടരുമൊക്കെ അക്കിത്തത്തിൻ്റെ ചെറുകഥ. തിക്കോടിയൻ എഴുതിയിട്ടുണ്ട് ചെറുകഥകൾ. മായാപ്രപഞ്ചം തിക്കോടിയൻ്റേതാണ്. നുള്ളും നുറുങ്ങും, രാരപ്പൻ ആക്ട്, ഇതെല്ലാം തിക്കോടിയൻ്റെ കഥകളാണ്. AR രാജരാജവർമ്മ അദ്ദേഹവും കഥയിൽ ഒരു കൈ നോക്കി. ലക്ഷ്മിക്കുട്ടി അല്ലെങ്കിൽ ഒരു കഥയുടെ കഥ എന്നുള്ളത്. പാശ്ചാത്യ കഥകളുടെ സവിശേഷതകൾ കൊണ്ടുകൊണ്ട് എഴുതിയൊരു കഥാകൃത്തുണ്ട് CB കുമാർ. മുട്ടത്ത് വർക്കി കഥകൾ എഴുതിയിട്ടുണ്ട്. ഇരുളും വെളിച്ചവും, കല്യാണരാത്രി, ഹേമന്തരാവിൽ, കളിയോടം, പുതിയ മണ്ണ് തുടങ്ങിയവയാണ് മുട്ടത്ത് വർക്കിയുടെ കഥ. കൂടല്ലൂർ ഗ്രാമത്തിൻ്റെ മഹാമൗനങ്ങളെ തൻ്റെ കഥകളിലേക്ക് ആവാഹിച്ച കഥാകാരനാണ് MT വാസുദേവൻ നായർ. നിൻ്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, കുട്ടിയടത്തി, ഷെർലോക്ക്, ഇരുട്ടിൻ്റെ ആത്മാവ്, വാരിക്കുഴി, ഡാർ എസ് സലാം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം ഒക്കെയാണ്. വളർത്തുമൃഗങ്ങളുടെ പ്രാധാന്യം അറിയാമല്ലോ. 1953 നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ MTയുടെ കഥയാണ് വളർത്തുമൃഗങ്ങൾ. 1953 ഭ്രാന്തൻ വേലായുധനെ അവതരിപ്പിച്ച കഥയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. അധ്യാപക വിദ്യാർത്ഥി പ്രണയകഥ പറയുന്ന കഥയാണ് വാനപ്രസ്ഥം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കഥാസമാഹാരമാണ് സ്വർഗം തുറക്കുന്ന സമയം. അയാൾ എന്ന കഥാപാത്രത്തെ നായകനാക്കി കഥ എഴുതിയ കഥാകൃത്ത് കൂടിയാണ് MT. കഥകൾ മാത്രം എഴുതി മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ആളാണ് T. പത്മനാഭൻ. അപ്പോൾ പിന്നെ അങ്ങോട്ട് ആധുനിക കാലഘട്ടം തുടങ്ങുകയായി. മലയാളത്തിലെ ചെറുകഥയുടെ ബാക്കി പത്രം നമുക്ക് പിന്നീട് അന്വേഷിക്കാം. തൽക്കാലം ഇവിടെ നിർത്താം.